നമ്മളിൽ പലരും നാസൽ സ്പ്രേ ഉപയോഗിക്കുന്നവരാണല്ലോ. എന്നാൽ നാസൽ സ്പ്രേ കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് ആ മരുന്നിന്റെ ഗുണം കിട്ടുകയും അതുപോലെ തന്നെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ഒഴിവാക്കാനും കഴിയുക. ഈ ഒരു മെത്തേഡ് എങ്ങനെയെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു നാസൽ സ്പ്രേ ഉപയോഗിക്കുന്നതിന് മുമ്പ് 10 സെക്കൻഡ് നന്നായിട്ട് കുലുക്കുക. അതിനുശേഷം ഇതിന്റെ ക്യാപ്പ് റിമൂവ് ചെയ്ത് ഫസ്റ്റ് സ്പ്രേ പുറത്തേക്ക് അടിച്ച് സ്പ്രേ സിസ്റ്റം വർക്കിംഗ് ആണോ എന്ന് നോക്കുക. നാസൽ സ്പ്രേ സ്ട്രെയിറ്റ് ആയിട്ട് മൂക്കിലേക്ക് അടിക്കുമ്പോൾ സ്പ്രേ വന്ന് പതിക്കുന്നത് നോസ് വാളിലേക്കാണ്. ഇവിടെ മൃദുവായ ചർമ്മമാണ് ഉള്ളത്. ഇത് ചർമ്മം ഡ്രൈ ആകാനും അതുപോലെ നോസ് ബ്ലീഡിങ്ങിനും കാരണമായേക്കാം. അത് മാത്രമല്ല മൂക്ക് വഴി തൊണ്ടയിലേക്ക് എത്തുകയും മരുന്ന് കുടിക്കാനും ഇടയായേക്കാം. നാസൽ സ്പ്രേ ഉപയോഗിക്കുന്നതിന് മുമ്പ് തല ചെറുതായിട്ട് ചരിക്കുക. ലെഫ്റ്റ് നോസിലേക്കാണെങ്കിൽ റൈറ്റ് ഹാൻഡിൽ ഇതേപോലെ ഹോൾഡ് ചെയ്യുക. അതുപോലെ റൈറ്റ് നോസിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇതേപോലെ ഹോൾഡ് ചെയ്യുക. സ്പ്രേയുടെ അഗ്രഭാഗം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കവിളിന്റെ ഈ ഒരു ഡയറക്ഷനിലേക്ക് സ്പ്രേ ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് ജെന്റിലായി ബ്രീത്ത് എടുത്തതിന് ശേഷം വായു വഴി ശ്വാസം പുറത്തേക്ക് വിടുക. ഡോക്ടർ 2 സ്പ്രേ ആണ് നിങ്ങൾക്ക് നിർദ്ദേശമെങ്കിൽ 2 പ്രാവശ്യം ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. ചില കമ്പനികൾ പറയുന്നുണ്ട് ലെഫ്റ്റ് നോസ്ട്രലിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ റൈറ്റ് നോസ് ബ്ലോക്ക് ചെയ്ത് പിടിക്കുക, അതേപോലെ റൈറ്റിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ലെഫ്റ്റും ബ്ലോക്ക് ചെയ്ത് പിടിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അറ്റത്തുള്ള ഭാഗം ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ക്യാപ്പിട്ട് അടച്ചു വെക്കുക. അറബിയിൽ നാസൽ സ്പ്രേന് ബഹാഹ് മൽ അൻഫ് എന്നാണ് പറയുക. ബഹാഹ് എന്ന് പറഞ്ഞാൽ സ്പ്രേയും അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്ക്.